ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഉത്ഥാനത്തിൻ്റെ സന്ദേശം പറയുവാൻ ഞാൻ വിചാരിച്ചിരുന്നില്ല. നമ്മുടെ ചാനൽ കാണുന്നവരിൽ 3 പേര് ഇന്നലെ ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിരുന്നു. ഇന്ന് രാവിലെ ഒരാൾ മെസ്സേജ് ഇട്ട് ചോദിച്ചേക്കുകയാണ്, ഈസ്റ്റർ സന്ദേശം ഒന്നും പറയുന്നില്ലേ, ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയാം, വൈകിട്ട് പറയാം എന്ന് പറഞ്ഞു. ആ മെസ്സേജ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, എല്ലാവരും ഈസ്റ്റർ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കവുമൊക്കെ പാസ്സാക്കി വല്ല ടിവിയോ ഫോണോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ധ്യാസമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തു വെച്ചിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൊബൈൽ ഫോൺ നമ്പർ എടുത്ത് ഒരു ഹാപ്പി ഈസ്റ്റർ, അല്ലെങ്കിൽ ഈസ്റ്റർ ആണ്, സുഖം തന്നെയല്ലേ, മക്കളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ, ഭക്ഷണമൊക്കെ ഒരുക്കിയില്ലേ, ഒരു വാക്ക് ചോദിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മൊബൈൽ വാട്സാപ്പിൽ ചത്ത മെസ്സേജ് അയച്ച് സംതൃപ്തി അടയുന്നവരോട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ച് ആത്മനിർവൃതി കൊള്ളുന്ന മാനസിക രോഗാവസ്ഥയിലുള്ള മനുഷ്യരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ശവപ്പെട്ടിയിൽ കിടത്തി മൂക്കിൽ പഞ്ഞു വെച്ച് പോകുന്ന വരെയേ ഉള്ളൂ എൻ്റെയും നിങ്ങളുടെയും ഓട്ടവും പരക്കമ്പാച്ചിലും എല്ലാം. മരിച്ചു കഴിഞ്ഞാൽ, നേരത്തോട് നേരം കഴിഞ്ഞാൽ ശവം ജീർണിക്കാൻ തുടങ്ങും. പിന്നെ ആ പരിസരത്തു തന്നെ ആളുകൾക്ക് നിൽക്കുവാൻ പറ്റാത്ത അത്ര സ്മെല്ല് ആയിരിക്കും. ദയവു ചെയ്ത് ജീവനോടെ ഇരിക്കുമ്പോൾ കയ്യിലുള്ള മൊബൈൽ യന്ത്രത്തിൽ ഒന്ന് കുത്തി വിളിക്കേ, ഹലോ, നിനക്ക് സുഖം തന്നെയല്ലേ, നീ ഇന്ന് ഫുഡ് കഴിച്ചോ, ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. സ്വന്തം സഹോദരനോട് ക്ഷമിക്കാതെ, സ്വന്തം പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കാതെ, അവരോട് ഗർവവും ഹുങ്കും അഹങ്കാരവും കാണിച്ചു നടന്നിട്ട് നിങ്ങൾ കുമ്പസാരിച്ചാൽ അത് കള്ളക്കുമ്പസാരം ആയി പോവുകയുള്ളൂ. പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഏക യോഗ്യത വെറുപ്പിലും വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും കഴിയുന്ന സ്വന്തം ബന്ധുമിത്രങ്ങളെ അവരുടെ അടുത്തു പോയി ക്ഷമ ചോദിച്ച് രമ്യതപ്പെടാത്ത കാലത്തോളം നിങ്ങൾ നാവു നീട്ടി വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് അയോഗ്യതയോടെയാണ്. മാരകമായ പല രോഗങ്ങളും മനഃപൂർവ്വം വരുത്തി വയ്ക്കുകയാണ്. ശത്രുവിനോട് രമ്യതപ്പെടാത്ത കാലത്തോളം നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും. അത് തെറ്റാണ്. പ്രിയമുള്ളവരെ, കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ശത്രുത അവസാനിപ്പിച്ച് രമ്യതപ്പെടുക. ശേഷം വന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുക. അഹംബോധത്തിൻ്റെ കുമിളകൾ പൊട്ടിച്ചു കളയാത്ത മഹാപാപികൾ ആയി നമ്മൾ മാറരുത്. എൻ്റെ മൊബൈൽ ഫോൺ നമ്പർ ഏകദേശം 2000-ലധികം ആളുകളുടെ കയ്യിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ 4 പേര് മൊബൈൽ നമ്പർ ബ്ലോക്കാക്കി വെച്ചേക്കുകയാണ്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. നമ്പർ ബ്ലോക്കാക്കിയത് ഞാൻ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. അവർക്ക് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ശത്രുവായി മാറ്റപ്പെട്ടത് കൊണ്ടാണ്. ഞാൻ 1000 വട്ടം സോറി പറഞ്ഞാലും തിരിച്ച് സോറി പറയുവാൻ അവർക്ക് പറ്റാത്തത് ആ തെറ്റ് അവരുടെ ഭാഗത്ത് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണമെങ്കിൽ ആരോടും ശത്രുത മനോഭാവം ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഏതോ ഒരു പാറക്കഷ്ണം മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ്, നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുന്നത് പോലെയാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ. എനിക്ക് പ്രാർത്ഥനകൾ ചൊല്ലുവാനോ വിശുദ്ധ കുർബാനയിൽ ഒപ്പം പങ്കുകൊള്ളുവാനോ സാധിക്കുകയില്ല. കാരണം മറ്റുള്ളവരുമായി വഴക്കിലും വിദ്വേഷത്തിലുമാണെങ്കിൽ എനിക്ക് വല്ലാത്ത മാനസിക അസ്വസ്ഥതയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ്
നിങ്ങളുടെ ബലിവസ്തു, കാഴ്ച വസ്തു അവിടെ വെച്ച് നിങ്ങൾ പോയി ആരോടൊക്കെയാണോ ശത്രുതയിലുള്ളത് അവരുമായി രമ്യതപ്പെടുക. ശേഷം വന്ന് വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക. ആത്മാർത്ഥമായി ഹൃദയത്തിൽ ക്ഷമ ചോദിച്ചതിനു ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒത്തിരിയധികം അസുഖങ്ങളൊക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മൾ കൈക്കൊള്ളുമ്പോൾ അത് യോഗ്യതയോടുകൂടി കൈക്കൊള്ളുവാൻ ശ്രമിക്കുക. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ഒന്ന് ക്ഷമിക്കേ, പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു മാപ്പൊക്കെ ഒന്ന് പറയേ. ചിലപ്പോൾ സഹോദരങ്ങളായിട്ടായിരിക്കാം, ചില സ്നേഹബന്ധങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലായിരിക്കാം, ചിലപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിലായിരിക്കാം. നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ക്ഷമ ചോദിക്കുക, ഒന്ന് മാപ്പ് ചോദിക്കുക. നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ആ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വെച്ച് ഈശോയുടെ മുമ്പിൽ നിന്ന് നാവ് നീട്ടാതിരിക്കുക. നിങ്ങൾക്ക് ആരോടൊക്കെയോ വെറുപ്പും വൈരാഗ്യവും അഹങ്കാരവും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസൂയ, അതൊരു വലിയൊരു പാപമാണ്. അസൂയ വലിയൊരു പാപമാണ്. അതുപോലെ അഹങ്കാരം വലിയൊരു പാപമാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തിന്മകൾ നിറച്ചു വെച്ചുകൊണ്ട് ഒരു കാരണവശാലും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല. ജനന തീയതിക്കും മരണതീയതിക്കും ഇടയിലുള്ള ആ ചെറിയ ഒരു വരയുണ്ടല്ലോ, ആ ചെറിയ ഗ്യാപ്പ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഭൂമിയിലെ ജീവിതം. സന്തോഷത്തോടു കൂടി മരിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. സമ്പൂർണ്ണ ബൈബിളിൽ കല്ല് എന്ന വാക്ക് വളരെയധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിച്ചിരിക്കുന്നത് വെറും 30 പ്രാവശ്യം മാത്രമാണ്. പുതിയ നിയമത്തിൽ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും കർത്താവിൻ്റെ കല്ലറയിലും ആണ് ഈ കല്ല് ഉരുട്ടി മാറ്റൽ ചടങ്ങിനെ കുറിച്ച് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉയർപ്പ് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അടച്ചു വെച്ചേക്കുന്ന കല്ല് ഉരുട്ടി മാറ്റേണ്ടതുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള കല്ലുകൾ ആണ് നമ്മൾ ചുമന്ന് നടക്കുന്നത്? വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വ്യക്തിവിരോധത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, നുണകളുടെ, വഞ്ചനയുടെ, കാപഢ്യത്തിൻ്റെ, അങ്ങനെ നല്ല കനമുള്ള കല്ലുകളാൽ നാം നമ്മെ തന്നെ അടച്ചു വച്ചിരിക്കുകയാണ്. ഈ കല്ല് ഉരുട്ടി മാറ്റാത്തിടത്തോളം കാലം നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല. 50 ദിവസം നോമ്പും ഉപവാസവും ഒക്കെ എടുത്തിട്ടും നിങ്ങളുടെ ഉള്ളിലെ കല്ല് കണ്ടെത്തുവാനും അവ എടുത്തു മാറ്റുവാനും അല്ലെങ്കിൽ അവ ഉരുട്ടി നീക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഈസ്റ്റർ ആഘോഷം എല്ലാം വെറും പണച്ചിലവും നാട്ടുകാരെ കാണിക്കാനും വേണ്ടി മാത്രം ഉള്ളതായി മാറുന്നു. ഇറച്ചിക്കടക്കാരനും മീൻ വിൽപ്പനക്കാരനും തങ്ങളുടെ ഉൽപ്പന്നം ചെലവ് ഉണ്ടാകുമെന്നല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ കല്ല് നിങ്ങൾ എടുത്തു കളയാത്ത പക്ഷം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല. വിശുദ്ധ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, മൂലക്കല്ലായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ വാക്യത്തിൽ മൂലക്കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ്ലീഹ പറയുന്ന മൂലക്കല്ലായി നമ്മുടെ ഉള്ളിലെ കല്ലുകൾ മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന കല്ലിനെ കണ്ടെത്തി അവ ഉരുട്ടി മാറ്റി താഴെയിട്ടാൽ മാത്രമേ ആ കല്ല് മൂലക്കല്ലായി മാറുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈശോ നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് നാം പരസ്പരം സ്നേഹിക്കുക വഴി അവൻ്റെ ശിഷ്യരാണ് നമ്മൾ എന്ന് ലോകം മുഴുവൻ അറിയുന്നതിന് ഇടയാകുകയും ചെയ്യുമാറാകട്ടെ. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹോളി സീക്രട്ട് ചാനലിൻ്റെ ഈസ്റ്റർ മംഗളാശംസകൾ നേരുന്നു.